Morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊക്കെ എന്താ പറയാ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മളെ കൊണ്ട് തന്നെ അറിയിപ്പിച്ചു. നമുക്ക് ഏകദേശം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു പേഴ്സന്റെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് വ്യക്തമാക്കി. അതായത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത പേഴ്സണാലിറ്റി നേച്ചറുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ അല്ലെ പരസ്പരം ഡിസ്കസ് ചെയ്തു. ആ ഒരു എയിം മൈൻഡിൽ അല്ലെ ആ ഒരു മീനിങ് എന്താണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ചാപ്റ്റർ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യാതെ വളരെ സംഗ്രഹമായിട്ട് അല്ലെ കുറച്ച് ഒരുപാട് പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിങ്ങനെ വലിയ പോയിന്റ്സുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഏകദേശം ഐഡിയ അറിയാം. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഷോർട്ടായിട്ട് തന്നെ അല്ലെങ്കിൽ അത് വായിച്ചു ബോറടിക്കുന്നേക്കാളും ബെറ്റർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. കഴിഞ്ഞ ക്ലാസ്സൊക്കെ വായിച്ചു നോക്കിയിരുന്നല്ലേ? ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഡൗട്ടുകളുണ്ടോ? വായിച്ചു എന്നുള്ളതിനായിരിക്കും. നമുക്കറിയാം കുറച്ച് ക്വസ്റ്റ്യൻ എടുത്ത് തീർക്കാനുണ്ട് അല്ലെ. നമ്മൾക്കറിയാം ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ഒക്കെ ആദ്യത്തെ ചാപ്റ്റർ ആണെങ്കിലും ഭയങ്കര പ്രത്യേകത നിറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. ഇതിന്റെ ഫസ്റ്റ്ലി നിങ്ങൾക്ക് ഇച്ചിരി ഇതുകൊണ്ടാണ് ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ശാസ്ത്രത്തിലേക്ക് വരാനായിട്ട് ബിഹേവിയർ ശാസ്ത്രത്തിലേക്ക് വരാനായിട്ട്. ഇനിയുള്ളത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. കുറച്ച് വേർഡിന്റെ മീനിങ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചില നമ്മൾ പരിചിതമല്ലാത്ത കുറച്ച് വേർഡുകൾ ഇവിടെ പറയുന്നുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു രീതിയാണ്. ആ വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? അതിലുള്ള കണ്ടന്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ? അതായത് താഴേക്കൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി കൂടി കണ്ടന്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. മറ്റു ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും വലിയ പോർഷൻസിനെ ചെറുതാക്കിയാണ് നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മതിയോ? ഓരോന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോണോ? നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാനായിട്ടുള്ളൊരു സമയം തന്നാ മതിയോ? കണ്ടന്റുകൾ പറഞ്ഞിട്ട് മതിയോ? എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമുക്ക് എടുക്കാനുള്ളത് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെ. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വ്യക്തിത്വങ്ങളാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് നോക്കാം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റില് പ്രധാനമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് പറഞ്ഞു അല്ലെ. എന്താണ് ഒരു വ്യക്തിയിലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അവൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണെന്ന് അംഗീകരിക്കുക എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ അല്ലെ. അതില് പ്രധാനമായിട്ടും ഡിറ്റർമിനൻസും സ്റ്റേജസ് ആൻഡ് ട്രേറ്റ്സ് അതൊക്കെയാണ് സാധാരണയായിട്ട് ഇതിലുള്ളത്. അതായത് കീ റോൾസ് ഇൻ പേഴ്സണാലിറ്റി ഫോർമേഷൻ ദേ ആർ ഡിറ്റർമിനൻസ്, സ്റ്റേജസ് ആൻഡ് ട്രേറ്റ്സ് അല്ലെ. അത് 3ഉമാണ് നിർണായക ഘടകങ്ങളും ഘട്ടങ്ങളും അതേമാതിരി തന്നെ സ്വഭാവ വിശേഷണങ്ങളും. അങ്ങനെ 3 കാര്യങ്ങളാണ് ഓരോ പേഴ്സണാലിറ്റിയിലും ഉണ്ടായിരിക്കുന്നത്. ദെൻ അതില് ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ നിർണായക കാര്യങ്ങൾ അല്ലെ. അതിൽ എന്താണ് നിർണായക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും എന്താണ് ബയോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, ദെൻ സോഷ്യൽ ആയിട്ടുള്ളതുണ്ട്, ദെൻ കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളുണ്ട്. ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഹെറിഡിറ്ററി അല്ലെ ക്യാരക്ടേഴ്സ്, അതായത് നമുക്കറിയാം പരമ്പരാഗതമായിട്ടുള്ള കുറെ സവിശേഷതകളുണ്ട് അല്ലെ. ഓരോ വ്യക്തികൾക്കും എന്താണ് അവരുടെ ബോഡി ഷേപ്പ് ഹൈറ്റുകളൊക്കെ വ്യത്യസ്തമാണ് അല്ലെ. നമുക്കറിയാം ചില ഫാമിലിയിലെ കുട്ടികളെല്ലാവരും തന്നെ ഹൈറ്റ് കുറഞ്ഞവരായിരിക്കും, ചിലവര് വണ്ണമുള്ളവരായിരിക്കും. അപ്പൊ നമ്മൾ പറയും അത് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളാണ് അല്ലെ. അതുമാതിരി തന്നെ നമുക്കറിയാം സോഷ്യൽ കോണ്ടസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഫാമിലിയും അവരുടെ ആ ഒരു അന്തരീക്ഷം അല്ലെ. ചില ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള വ്യക്തികൾക്ക് അതേ സ്വഭാവ സവിശേഷതകളായിരിക്കും അവർ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു സ്റ്റേജിൽ നമുക്ക് അറിയാൻ പറ്റും അത് ഇന്ന ഫാമിലിയിലെ പേഴ്സൺ ആണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു അതായത് അവരുടെ ആ നേച്ചറിൽ ആ ഒരു അല്ലെ ഒരു അംശം അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അത് അവരെ എഫക്ട് ചെയ്ത് വരുന്നുണ്ടാവും. പിന്നെ എന്താണ്
കൾച്ചറൽ കണ്ടസ്റ്റ്. അതായത് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, ഒരു വ്യക്തി ക്രിസ്ത്യാനി ആണെങ്കിലും ക്രിസ്ത്യനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ഒക്കെ ആണെങ്കിലും അവൻ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചില വാല്യൂസിനൊക്കെ പ്രാധാന്യം കൊടുക്കും. അത് ആ മൂല്യങ്ങൾ അവനോടൊപ്പം തന്നെ വളർത്തുകൊണ്ട് വരും. ഇതാണ് ഡിറ്റർമിനൻസിൽ പറയുന്നത്. ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ ചില അല്ലെ അതിൻ്റെതായ വ്യക്തിത്വത്തിൻ്റെതായ നിർണായക ഘടകങ്ങൾ അതിൽ ഉണ്ടായിരിക്കും. അത് ആ നിർണായക ഘടകങ്ങൾ എന്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്നതാണ്? അത് അവരുടെ സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സുമായിട്ട് ഡിപ്പെൻഡബിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പാരഗ്രാഫ്. As people grow into the adult phase, their personalities become very clearly defined and generally stable. അതായത് നമുക്കറിയാം, ചെറുപ്പത്തിൽ നമ്മൾ എന്താണ്, നമുക്കറിയില്ല അല്ലെ, ജനിക്കുമ്പോൾ തുടങ്ങി കുട്ടികളെ പാരന്റ്സ് ആണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. എന്താണ്, ആദ്യം അവർ ആശ്രയ മനോഭാവത്തോട് കൂടിയിട്ട് തന്നെ കുട്ടികൾ ഇങ്ങനെ ഡിപ്പെൻഡബിൾ ആയിട്ട് തന്നെ വളർന്നു വരുന്നു. എന്താണ്, പിന്നെ പാരന്റ്സ് ഒക്കെ നിർദ്ദേശിക്കും അല്ലെ, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ കീഴ്വഴങ്ങണം എന്നൊക്കെ ഉള്ളത് നിർദ്ദേശ രൂപേണ വരും. എന്താണ്, അഡൽറ്റ് ആവുമ്പോൾ സ്വയം ചില കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും അല്ലെ. അതാണ് പറയുന്നത് ആ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് വെരി ക്ലിയർലി ഡിഫൈൻഡ്, ജനറലി സ്റ്റേബിൾ. അവസാനമാണ് അവരെന്താണ്, ഒരു സ്ഥിരമായ ഒരു വ്യക്തിത്വത്തിലേക്ക് വളർന്നു വരുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, അപ്പൊ പീപ്പിള് ആദ്യം ഡിപ്പെൻഡബിൾ ആകുന്നു, പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടി വരുന്നു. പിന്നെ എന്താണ്, അടച്ചാവുന്ന സ്വയം കുറച്ചും കൂടി തീരുമാനങ്ങളൊക്കെ എടുത്ത് തുടങ്ങുന്നു. ദെൻ അവരൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്ലോയിലേക്ക് വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. സ്റ്റേജസ് ആൻഡ് ട്രേറ്റ്സ്. അതായത് നമ്മൾ ഘട്ടങ്ങൾ എന്നുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ കുട്ടികള് പാരന്റ്സിന് ഡിപ്പെൻഡബിൾ ആയിട്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജ് നോക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ, അതായത് സിഗ്മണ്ട് ഫ്രെഡ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആസ് പ്രോഗ്രസിംഗ് ത്രൂ 4 സ്റ്റേജസ്. അദ്ദേഹം 4 സ്റ്റേജസുകൾ വഴിയായിട്ടാണ് ഈ ഒരു ഡെവലപ്മെന്റ് പറയുന്നത്. ഫസ്റ്റ്ലി എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡിപ്പെൻഡന്റ്, അതായത് പാരന്റ്സിന് ഡിപ്പെൻഡന്റ് ആണ്. ദെൻ കമ്പൽസീവ് എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, പാരന്റ്സ് പറയുന്നത് മസ്റ്റ് ആയിട്ട് നമുക്കറിയാം, റിലേറ്റീവ്സ് പാരന്റ്സ് ഒക്കെ അവരെ കൊണ്ട് പുഷ് ചെയ്യിപ്പിക്കുക അല്ലെ, കുട്ടികളെ കൊണ്ട് പുഷ് ചെയ്യിപ്പിക്കുകയും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്താണ് എഡിബിൾ എന്ന് പറയുന്ന കാലഘട്ടമാണ് സ്വയമേ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം. സ്വയം തന്നെ വ്യക്തിത്വം രൂപീകരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. അപ്പോഴാണ് നമുക്കറിയാം ചിലപ്പോഴൊക്കെ പാളിപ്പോകും അല്ലെ, അവര് ചില ഇതികളിലൊക്കെ എടുത്തുചാട്ടങ്ങളിലൊക്കെ വീണു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ ആന്റിമേച്വർ അല്ലെ, പക്വതയിലേക്ക് വരുന്നു. ആ 4 സ്റ്റേജസും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോളുക. എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് എന്താണ് സ്റ്റേജസ് ആയിട്ടാണ് 4 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഡിപ്പെൻഡന്റ്, കമ്പൽസീവ്, അതായത് ഇൻസ്ട്രക്ഷൻസ് പാരന്റ്സ് ഒക്കെ കമ്പൽ ചെയ്യുന്നു. ദെൻ എഡിബിൾ, അതായത് സ്വയം ആയിട്ട് തന്നെ പ്രേരിതമായി തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ദെൻ പേഴ്സണാലിറ്റി മെച്ചുവർ ആവുന്നു അല്ലെ, പക്വതയോടുകൂടി വാർത്തെടുക്കും. ക്ലിയർ അല്ലേ? Okay. Then the concept of a stage of growth provides a meaningful perspective from which to view organizational content. ഇവിടെ ഓർഗനൈസേഷനിലേക്ക് വരികയാണ്. ഇത്രയും നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതിയാണ്. ഇനി അത് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, മീനിങ്ഫുൾ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ അവിടെ വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഈ ഒരു സ്റ്റേജസ് കൊണ്ടുവന്നെത്തിക്കുന്നത്. അതെങ്ങനെയാ പറയുന്നത്, നമുക്കറിയാം മാനേജേഴ്സും എംപ്ലോയീസ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ എന്താണ്, ആദ്യം മാനേജേഴ്സ് മസ്റ്റ് ആയിട്ട് അവരുടെയുള്ള എംപ്ലോയീസ് ഡിപ്പെൻഡബിൾ ആകുന്നു. ദെൻ മാനേജേഴ്സ് ഒക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ദെൻ സ്വയം അവിടെയുള്ള എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദെൻ എന്താണ്, അവരൊരു മെച്ചുവർ ആകുന്നു അല്ലെ, അവര് ആ ജോലിയിൽ അവർക്കൊരു പക്വത കൈവരും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ വരുന്നത്. Experienced managers become aware of the stages that their employees often to grow, and they learn how to deal with these stages to promote the maximum growth to individual and for the organization. Okay, അവിടെ എന്താണ്, മാനേജേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ നേരത്തെ കണ്ട പാരന്റും ചൈൽഡും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് എന്താണ്, അതിൽ നിന്നോട് സമാനമായിട്ട് ഓർഗനൈസേഷനിലെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള ബന്ധം വരുന്നത്. ആദ്യം ഡിപ്പെൻഡബിൾ ആകുന്നു, എന്താണ് കമ്പൽസീവ് ആകുന്നു, എഡിബിൾ ആകുന്നു, ആൻഡ് മെച്യൂർ ആകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പൊ ആ ഒരു പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ദ കൺസെപ്റ്റ് ഓഫ് എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് പ്രൊവൈഡ്സ് എ മീനിങ് പെർസ്പെക്റ്റീവ്. അതായത് നല്ലൊരു ധാരണ, അല്ലെ, ഒരു ശരിയായ ധാരണ ഈ കൺസെപ്റ്റിലൂടെ അവിടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് പ്രൊവൈഡ്സ് എ മീനിങ് ചിലപ്പോൾ ആശയൊക്കെ കാണാറുണ്ട് ഫ്രം വിച്ച് ടു വ്യൂ ഓർഗനൈസേഷൻ കണ്ടക്ട്, അല്ലെ. അപ്പൊ അവർക്ക് ഒരു നല്ലൊരു മതിയായ ധാരണ അതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. കണ്ടിന്യൂ ചെയ്തോട്ടെ. ക്ലിയർ ആണോ? സ്റ്റേജസും നമ്മള് ട്രേറ്റ്സും നോക്കുകയാണ്. ഇനി അതിലെ ട്രേറ്റ്സിലേക്ക് നോക്കാം. എന്താണ് അവിടെ പറയുന്നത്? ട്രേറ്റ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി ഫോർമേഷൻ ആർ ഓൾസോ ബേസ്ഡ് ഓൺ സൈക്കോളജി, അല്ലെ. അവിടെ മനഃശാസ്ത്രപരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. എന്താണ് മനഃശാസ്ത്രപരമായിട്ട് വരുന്നത്? കോമൺ ആയിട്ട്, അല്ലെ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. പീപ്പിൾ ഷെയർ കോമൺ ട്രേറ്റ്സ് ലൈക്ക് സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് അസെറ്റിക് പെർഫോമൻസ് ഡിഫറൻസ്, ബട്ട് ഈച്ച് ഇൻഡിവിജ്വൽസ് ഡിസ്പോസിഷൻ ഓഫർ ഫ്രം ഓൾ അതേഴ്സ്. അതായത് ഇതിൽ വരുന്ന സ്വഭാവ സവിശേഷതകൾ നമുക്കറിയാം. സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ എന്താണ്, പല ഫാക്ടേഴ്സുകൾ കൂടി അടങ്ങിയിരിക്കുന്നു, അല്ലെ. അവർക്ക് എന്താണ്, അല്ലെ, ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ആയിട്ടുള്ളതുണ്ട്, പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ട് സ്വാധീനമുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് ഉണ്ടാവും, റിലീജിയസ് മതപരമായിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ടാവും. നമുക്കറിയാം എല്ലാ ഇൻഡിവിജ്വൽസും എന്താണ് വ്യത്യസ്തമായിരിക്കും, അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതയായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ട്രേറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വഭാവം, അല്ലെ, സ്വഭാവത്തിൽ നിന്ന് ഓരോ പേഴ്സണും ഡിഫറെന്റ് ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ? അത്രയേ ഉള്ളൂ. ആ ഒരു പോയിന്റ്സിൽ 4 ഇതുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിറ്റർമിനൻസ്, സ്റ്റേജസ്. സോ 3 ഇതാണ്: ഡിറ്റർമിനൻസ്, സ്റ്റേജസ്, ട്രേറ്റ്. അപ്പൊ ഓരോ സ്റ്റേജസിലാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ കുറച്ച് അഭിപ്രായങ്ങൾ കണ്ടത്. ആ സ്റ്റേജസ് ഡിപ്പെൻഡ്, കമ്പൽസീവ്, എഡിബിൾ ആൻഡ് മെച്യൂർ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് വായിക്കണോ? ഇത്തിരി സമയം ലഭിച്ചതാണ്. കാരണം നമ്മൾ ഇച്ചിരി, അല്ലെ, നമ്മൾ ഇത്തിരി, നിങ്ങൾക്കറിയാം, പേഴ്സണാലിറ്റി വരെ എത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്, അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള സ്വഭാവ സവിശേഷതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ലാംഗ്വേജ് ഒന്ന് ക്യാച്ച് ചെയ്യാൻ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അവർ ബിസിനസ് ലാംഗ്വേജിൽ പറയുന്നത് കൊണ്ട്. ഓക്കെ, എന്നാൽ ജസ്റ്റ് വായിച്ചു നോക്കാം. ആക്ച്വലി ഇത്തിരി സ്പീഡിൽ എടുക്കുന്ന ഒരു മിസ്സാണ്. പക്ഷെ എന്താ പറയാ, ഇത് ഇങ്ങനത്തെ ഒരു ടഫായിട്ടുള്ള പോർഷൻ ആയതുകൊണ്ടാണ് നടക്കുന്നത്. കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുന്നത്, അല്ലെ. മേഖല അവർക്കറിയാം, 7th ഉണ്ടായവർക്കറിയാം. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് പറയുന്നത്? പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മളിപ്പോ ഓർഗനൈസേഷന്റെ കാഴ്ചപ്പാടിൽ ജസ്റ്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കണ്ടായിരുന്നു. ഇനി ഈ ഓർഗനൈസേഷന്റെ പാറ്റേണിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പേഴ്സണെ പരിചയപ്പെടുത്തുന്നതാണ്. അതായത് അവിടെ എംപ്ലോയീസിന് വ്യത്യസ്ത ക്യാരക്ടർ, അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളത്. അപ്പൊ ചില പേഴ്സണാലിറ്റി നോക്കിയിട്ട് വേണം ചില കാര്യങ്ങൾ അവിടെ അഡോപ്റ്റ് ചെയ്യാൻ. അതായത് ചില വ്യക്തിത്വങ്ങൾ, അല്ലെ, നമുക്കറിയാം ഓർഗനൈസേഷനിൽ വ്യത്യസ്ത ആൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും ചില തീരുമാനങ്ങൾ സ്വീകാര്യമാകണമെന്നില്ല, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി അവര് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിവിയേഷൻ ആണ് ഇവിടെ പറയുന്നത്. Some of the important personality factors that decide what kind of behavior are demonstrated at work include the following. ഇതിൽ കുറച്ച് പോയിന്റ്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നീഡ് പാറ്റേൺ, ലോക്കസ് ഓഫ് കൺട്രോൾ, ഇങ്ങനെ ഒരു 10 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വായിച്ച് നേരം കളയണമെന്നില്ല, കാരണം നമുക്ക് ഓരോ പോയിന്റും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓരോ പോയിന്റ്സ് ബേസ് ചെയ്ത് പറഞ്ഞാൽ പോരെ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. നീഡ് പാറ്റേൺ. ഓക്കെ, 10 പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ 10 പോയിന്റ് താഴേക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നീഡ് പാറ്റേൺ. എന്താണ്? പാറ്റേൺ ആവശ്യമാണ്, അല്ലെ. അതാണ് ഈ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഏതോ ഒരു സ്ഥാപനത്തിനും ഒരു പാറ്റേൺ ആവശ്യമാണെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്, അല്ലെ. ഇവിടെ നോക്കാം, ഇവിടെ പ്രത്യേകമായിട്ടൊരു വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ വ്യക്തിയുടെ പേരാണ് എന്താണ്? സ്റ്റിയേഴ്സ് ആൻഡ് ബ്രൗൺസ്, അല്ലെ. ബ്രൗൺസ്റ്റിനും
സ്റ്റിയേഴ്സുമാണ് 1976 ഈ ഒരു സ്കെയിൽ പാറ്റേൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് പോവാം. അല്ലെ ഹു ഡെവലപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം സ്റ്റിയേഴ്സ് ആൻഡ് ബ്രൗൺസ്റ്റിൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതിയിൽ എന്താണ് ഇതിൽ പറയുന്നത് 4 സ്റ്റേജസ് അല്ലെ അതിലും പ്രത്യേകമായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്നുണ്ട്. 4 ഇൻഡിവിജ്വലി നീഡ് ദ എക്സ്പ്രസ് ദംസെൽഫ് ഇൻ ദ വർക്കിംഗ് സ്റ്റേജ്. അതായത് 4 കാര്യങ്ങളാണ് ഇതിൽ എടുത്ത് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് എന്താണ് നേട്ടങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടാവും അല്ലെ. ചിലപ്പോ എന്താണ് ചിലർക്ക് എന്താണ് അംഗീകാരം നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. ചിലരെ സംബന്ധിച്ച് എന്താണ് നമുക്കൊരു സ്വാതന്ത്ര്യം നേടണമെന്ന് അല്ലെ. നമ്മളൊരു വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലവരെന്താണ് ആധിപത്യം അല്ലെ നമ്മുടെ ആധിപത്യത്തിലാണ് ഈ വർക്ക് പോകുന്നതെന്നുള്ള അഭിമാനത്തോടു കൂടി കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത ക്യാരക്ടർ ഉള്ളവരായിരിക്കും പീപ്പിൾസ്. അപ്പൊ നോക്കാം, ചിലർക്ക് എന്താണ് നേട്ടങ്ങൾ അല്ലെ നേട്ടങ്ങൾ നേടിയെടുക്കണമെന്നായിരിക്കും. മറ്റു ചിലർക്ക് അംഗീകാരങ്ങൾ വേണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. മറ്റുള്ളവരെന്താണ് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെന്താണ് വീണ്ടും ആധിപത്യമുള്ളവർ അല്ലെ. ആ ഒരു ഫാക്ടേഴ്സ് നോക്കാം. നീഡ്സ് ഫോർ അച്ചീവ്മെന്റ്, അഫിലിയേഷൻ, ഓട്ടോണമി ആൻഡ് ഡൊമിനൻസ്. ആ 4 ഫാക്ടറാണ് ഓരോ പേഴ്സണാലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്ന പാറ്റേൺ അല്ലെ നമ്മുടെ പാറ്റേൺ ആവശ്യമാണെന്ന് പറയുന്നത് ഒരു കൂട്ടർക്ക് അച്ചീവ്മെന്റ് നേട്ടങ്ങളായിരിക്കാം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ അംഗീകാരങ്ങളായിരിക്കാം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജോലി ചെയ്യണമെന്നായിരിക്കാം. then എന്താണ് ലാസ്റ്റ് വൺ പറയുന്നത് അവർക്ക് അല്ലെ ആധിപത്യത്തോടു കൂടി ജോലി ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ ഇവരുടെ ഈ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഉള്ള വർക്കുകളാണ് അവരെ ഏൽപ്പിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണ് they are needs for achievement, application, autonomy and dominance. Those who are high in accomplishment engage themselves practically in work behavior in order to feel proud about their achievements and successes. ചിലരെന്താണ് ഈ നേട്ടങ്ങൾ നേടിയെടുക്കുമ്പോൾ എന്താണ് അവർക്കൊരു ചെറിയ അഹങ്കാരം അല്ലെ, പ്രൗഡ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഈ വ്യക്തിയുടെ അണ്ടറിലാണ് ഇത്രയും ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിച്ചത് എന്ന് അംഗീകാരം കിട്ടുമ്പോൾ അല്ലെ ആ ഒരു നേട്ടത്തിന്റെ മുൻതൂക്കം കിട്ടുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക ജോലിയോട് അല്ലെ ഒരു അഹങ്കാരം അല്ലെ. ആ അഹങ്കാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് പരമാവധി വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ. നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നില്ലേ ആശയം? അപ്പൊ ആ ഒരു അല്ലെ ആ ഒരു പ്രൗഡ് ആ ഒരു അഹങ്കാരം അല്ലെ ആ ഒരു നേട്ടം നേടിയെടുക്കാനുള്ള ത്വര അല്ലെ അങ്ങനെ തന്നെ പറയാം, അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചിലരെന്താണ് ആപ്ലിക്കേഷൻ അല്ലെ ഒരു അംഗീകാരം അല്ലെ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവര് ചിലപ്പോൾ നമുക്കറിയാം മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നവരെന്താണ് എന്നെ എല്ലാവരും അംഗീകരിക്കുന്ന വെച്ചാൽ കോപ്പറേറ്റ് ആയിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. കാരണം അവർക്ക് നേട്ടങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഫിനാൻസോ നല്ല താല്പര്യം, അവർക്ക് കുറച്ച് അംഗീകാരം കിട്ടണം, അതിനെ അംഗീകരിക്കും. അങ്ങനെ ഒരു മൈൻഡ് ഉള്ളവരാണ്. അപ്പൊ ഇവര് കോപ്പറേറ്റീവ്ലി അല്ലെ സഹവർത്തിത്തോടു കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരായിരിക്കും. അപ്പൊ നമുക്കറിയാം മാനേജ്മെന്റ് മനസ്സിലാക്കണം ചില വ്യക്തികൾക്ക് വ്യത്യസ്ത ക്യാരക്ടറാണ് അല്ലെ. ചിലർക്ക് എന്താണ് ഒരു പ്രൗഡ് അഹങ്കാരം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ചില വ്യക്തികൾ എന്താണ് അവിടെയുള്ളവരിലെ ചില വ്യക്തികൾ എന്താണ് അംഗീകാരം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെന്താണ് കോപ്പറേറ്റീവ്ലി വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. എന്താ നെക്സ്റ്റ് അല്ലെ നമ്മൾ അടുത്തതായിട്ട് പറയുമ്പോൾ എന്താണ് those high in their need for dominance. ഡൊമിനൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ അല്ലെ നമുക്ക് ആധിപത്യത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതായത് നമ്മളുടെ അല്ലെ എന്റെ ആ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് നമ്മുടെ അതോറിറ്റി അല്ലെ നമ്മള് ആധിപത്യമാണ് എന്റെ കീഴിലാണെന്നുള്ള ഒരു മൈൻഡിൽ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ഞങ്ങൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ആ ജോലി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറാണ്. ഓക്കെ, ചില മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനൊക്കെ ആയിട്ട് അവസരങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ അല്ലെ ഒരു ലീഡർഷിപ്പ് നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ മുൻനിരയിൽ എത്താനൊക്കെ ആയിട്ട് ശ്രമിക്കും. അത് തന്നെയാണ് ഓട്ടോണമിയിലും അല്ലെ സ്വതന്ത്രമായിട്ട് തന്നെ ഇടപെടാനുള്ള ഒരു സാഹചര്യമാണ് അവിടെയും ഉദ്ദേശിക്കുന്നത്. എന്താണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ് വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാതെ വർക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്താണ് സ്റ്റിയേഴ്സ് ആൻഡ് ബ്രോൺസ്റ്റീൻ അല്ലെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്കെയിലാണ്. അതിൽ 4 ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അച്ചീവ്മെന്റ് നേട്ടങ്ങളുള്ള വ്യക്തിത്വം ഉള്ളവരുണ്ടാവാം,
അഫിലിയേഷൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, ഓട്ടോണമി ആൻഡ് ഡൊമിനൻസ് ആഗ്രഹിക്കുന്നവരുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ, അല്ലെങ്കിൽ എടുത്ത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ വരും. അപ്പൊ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് വായിക്കുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകും. ഓക്കെ. ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ ചിലത് കാണുന്നത് എന്താന്ന് വെച്ചാൽ അല്ലെ, ഹൈ ഇൻ അക്കംപ്ലിഷ്മെന്റ് എൻഗേജ് ദംസെൽഫ് പ്രൊയാക്റ്റീവ്ലി ഇൻ വർക്ക് അല്ലെ. അതായത് നമുക്കറിയാം ചിലർക്ക് നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവര് എന്താണ് കൂടുതൽ അല്ലെ, കൂടുതൽ അംഗീകാരം, അതായത് അഹങ്കാരം നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് കൂടുതലും അങ്ങനത്തെ സ്ട്രെസ് ഉള്ള വർക്കുകളായിരിക്കും അവര് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ പോയിന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കാണാറുണ്ട് അല്ലെ. ആരാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ പ്രൊയാക്റ്റീവ്ലി വർക്ക് അല്ലെ, അങ്ങനെയുള്ള ഒരു വേർഡാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ബിഹേവിയർ ഇൻ ഓർഡർ ടു ഫീൽ പ്രൗഡ്. ഓക്കെ, അവര് അച്ചീവ്മെന്റുകാര് പ്രധാനമായിട്ടും പ്രൗഡ് ആഗ്രഹിക്കുന്നവരായി. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം, ലോക്കസ് ഓഫ് കൺട്രോൾ. എന്താണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? മീനിങ് ഒക്കെ ഒന്ന് എഴുതി വെക്കാം, ജസ്റ്റ് ഒന്നും മനസ്സിലാവൂല. നിങ്ങൾ നീഡ് ആവശ്യമാണ് അല്ലെ, നമ്മുടെ നീഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ പാറ്റേൺ ആവശ്യമാണെന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് കൺട്രോൾ അല്ലെ. അതിലെന്താ പറയാനുള്ളത്? നിയന്ത്രണ സ്ഥാനം. അതായത് കൺട്രോൾ, ആ നിയന്ത്രണ സ്ഥാനം എന്ന് പറയുന്നത് ചില വ്യക്തികൾ എന്താണ് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേട്ടം നേടിയെടുക്കാം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചിലരുടെ മൈൻഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അല്ലെ, നമ്മൾ എത്രത്തോളം ഏബിൾ ആണെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമില്ല, വിധി നമുക്ക് എന്താണോ തരുന്നത് അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് അല്ലെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറെ പേരുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടാവും. നമ്മുടെ ഏത് പക്ഷത്താണ്? എനിവേ, അങ്ങനെയുള്ളവരുമുണ്ട്. അതായത് വിധി അല്ലെ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ അല്ലെ നമ്മുടെ മാനസിക പരിഗണന അനുസരിച്ചിട്ട് എന്താ പറയാ, നമുക്ക് അവസരം കിട്ടുന്നത് അനുസരിച്ചിട്ട് നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. അതുണ്ടാവും ഇൻ കേസ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, അധ്വാനിക്കാതെ അല്ലെ മാർക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അധ്വാനിക്കണം. എന്താ പണി ചെയ്യണേ അല്ലെ, നമുക്ക് വർക്കിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരുമുണ്ട്. ഇൻ കേസ് വിധിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരും അങ്ങനെയുള്ള മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പേഴ്സൺസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടർക്ക് അതിനനുസരിച്ചിട്ടുള്ള വർക്ക് പാറ്റേൺസ് കൊടുക്കേണ്ടതായിട്ട് വരും. നോക്കാം. ലോക്കസ് ഓഫ് കൺട്രോൾ ഇസ് ദ ഡിഗ്രി ഓഫ് വിച്ച് ഇൻഡിവിജ്വൽ ബിലീവ്സ് ദാറ്റ് behavior has a direct impact on a repression of behavior. Some people, for example, ഇവിടെ പറയുന്നുണ്ട്, believe they work hard, they are certain to success. അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിൽ എത്താമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയുള്ളവരെ നമുക്കറിയാം. അങ്ങനെയുള്ളവരെന്താണ്, അവർക്ക് ഇന്റേണൽ ആയിട്ട് അല്ലെ നമ്മുടെ മൈൻഡിലേക്ക് തന്നെ അവര് എന്താണ് വർക്ക് ചെയ്യണം, അവർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരിക്കും. അപ്പൊ എന്താണ് അങ്ങനെയുള്ളവർക്ക് നമുക്കറിയാം മാനേജേഴ്സ് മനസ്സിലാവും ഇങ്ങനെയുള്ളവരെന്താണ് വർക്ക് ചെയ്യണമെന്ന് ത്വരയുള്ളവരാണ് അല്ലെ, കാരണം ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന പേഴ്സൺസ് ആണ്. ഇനി വേറൊരു കോൺടാക്ട് നോക്കിക്കഴിഞ്ഞാൽ, ബൈ കോൺടാക്ട് സം പീപ്പിൾ തിങ്ക് ദാറ്റ് വാട്ട് ഹാപ്പൻസ് ടു ദം ഇൻ എ റിസൾട്ട് ഓഫ് ഫെയ്ത്ത്, ചാൻസ്, ലക്ക് ഓർ ദ ബിഹേവിയർ ഓഫ് ദ അതർ പീപ്പിൾ റാദർ ദാൻ ലക്ക് ഓഫ് സ്കിൽ ഓർ പ്യുവർ പെർഫോമൻസ്. അതായത് ചിലരെങ്ങനെയാണ്, എന്തെങ്കിലും ഭാഗ്യം വരും അല്ലെ, എനിക്കൊരു ചാൻസ് കിട്ടും, എനിക്കൊരു അവസരം കിട്ടും, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്, അങ്ങനെ മൈൻഡുള്ള പേഴ്സൺസും ഇവിടെയുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, അവർക്കും അതിനനുസരിച്ചിട്ടുള്ള വർക്കാണ് മാനേജ്മെന്റ് തലത്തിൽ നിന്ന് പകർന്ന് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പൊ ഓരോ നിയന്ത്രണ സ്ഥാനം എന്ന് പറയുന്നത് കഠിനാധ്വാനം ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, അവർക്ക് അധ്വാനിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് ഉള്ളത് എന്ന് മാനേജ്മെന്റിന് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെന്ന് പറയുന്നത് വിധി അല്ലെങ്കിൽ അവസരം, ഭാഗ്യം, അങ്ങനെ അതാണ് അവരുടെ ഒരു ചാൻസ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ച് ശക്തികളെ അല്ലെ, ഭാഗ്യശക്തികളെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പേഴ്സൺസിന് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്, അതായത് പുറത്തു നിന്നുള്ള ഒരു ശക്തിയാണ് അവരെ കൺട്രോള് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, attribute locus of control has a clear consequence for organization അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ചിലവർക്ക് ചില കാര്യങ്ങൾ അല്ലെ, നമുക്കൊരു
എന്താ പറയാ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെ, നമ്മുടെ ഏതൊരു സ്ഥാപനത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. ടോപ്പ് ലെവലിൽ നിന്ന് താഴെയുള്ള ജീവനക്കാരിലേക്കൊക്കെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഉണ്ടോ? അങ്ങനെ ഒരു ഇതല്ലേ, മേൽത്തട്ടിൽ നിന്ന് താഴേക്ക് തന്നെ ജോലികൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഒരു അല്ലെ ഡീസെൻട്രലൈസേഷൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേമാതിരി തന്നെ സെൻട്രലൈസ്ഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാ വർക്കും കേന്ദ്രത്തിൽ തന്നെയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അവിടെ വർക്കുകൾ മാത്രം ജസ്റ്റ് എന്താണ് നിങ്ങൾ ഓരോന്നും ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങളുടെയാണ്, ഓരോരുത്തർക്ക് നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡീസെൻട്രലൈസേഷനും ഉണ്ട് സെൻട്രലൈസേഷനും ഉണ്ട് ഏതോ ഒരു സ്ഥാപനത്തിൽ. അത്രയും മനസ്സിലായോ? ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുമ്പോൾ ഡീസെൻട്രലൈസേഷനും ഉണ്ട് അല്ലെ സെൻട്രലൈസേഷനും ഉണ്ട്. അത് മനസ്സിലാക്കുക. അതായത് സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണമാണ്. അതായത് കേന്ദ്രത്തിലാണ് എല്ലാ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത്. അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലേക്ക് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മേൽത്തട്ട് തുടങ്ങി താഴേക്കുള്ള ലെവലിലാണ് വർക്ക്. അപ്പൊ മേലധികാരികൾ ഉണ്ടാവും, കീഴുദ്യോഗസ്ഥർ ഉണ്ടാവും. മേലധികാരികളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആയിരിക്കും കീഴുദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിലും അവരുടെ സേവനങ്ങളൊക്കെ തേടാം അല്ലെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ കട്ടായിട്ട് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ രണ്ടു കൂട്ടരെയാണ് വന്നേക്കുന്നത് അല്ലെ, കഠിനാധ്വാനം ചെയ്യുന്നവരുമുണ്ട്, അല്ലാതെ ഫെയ്ത്തിൽ വിശ്വസിക്കുന്നവരുമുണ്ട്. ഈ കഠിനാധ്വാനം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ അവർക്ക് പ്രദാനം ചെയ്യാം. അങ്ങനെ അധ്വാനിക്കുന്നവർക്ക് അപ്രീസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മെറിറ്റ് അടിസ്ഥാനത്തിലൊക്കെ അവാർഡുകളും കൊടുക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ നോക്കാം. ആസ് എ പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട്, locus of control has a clear consequence for organization. For example, individual with an internal locus of control may have a comparatively strong desire to participate in management of their organization and have freedom in how to do their work. Thus, they may prefer a decentralized organization where right of decision making is given them and leaders who provide them freedom and autonomy. They make like a reward system that recognize the individual performance and contributions. അതായത് അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാം, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ടുള്ള പവർ കൊടുക്കാം, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവാർഡുകളൊക്കെ കൊടുക്കാം. എങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്? പറയൂ. ഓക്കെ, ഇന്ത്യയാണ്. ഓക്കെ, ഡീസെൻട്രലൈസ് ചെയ്യുമ്പോൾ ഇനി അടുത്ത കാര്യം കൂടി പറയൂ. എങ്ങനെയുള്ള വർക്കേഴ്സ് ആയിരിക്കും അവര്? എന്തിൽ വിശ്വസിക്കുന്നവരാണ് അവര്? ഹാർഡ് വർക്കേഴ്സ്. യെസ്, അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയി. ഹാർഡ് വർക്കേഴ്സ് ആണ്. എന്താണ് ഹാർഡ് വർക്കേഴ്സിന് നമ്മൾ ഇതേമാതിരി തന്നെ എന്താണ് ഡീസെൻട്രലൈസേഷൻ ആണ് കൊടുക്കുന്നത്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും ലീഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കാം. നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവാർഡുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നവരുടെ പ്രത്യേകത അല്ലെ. വീണ്ടും അടുത്തത് ഫെയ്ത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം അവര് ഹാർഡ് വർക്ക് അല്ല, ഫെയ്ത്ത് ആണ് അല്ലെ എല്ലാരും വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് അങ്ങനെയുള്ളവർക്ക് എന്താണ് അല്ലെ സെൻട്രലി ആണ് തീരുമാനങ്ങളും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അവർക്ക് എന്താണ് അല്ലെ അവർക്ക് അവരെന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, സെൻട്രലി എന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് അവർക്ക് ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അവരില് എന്താണ് അവാർഡും റിവാർഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് സീനിയോറിറ്റിയുടെ ബേസിലാണ് അവർക്കൊക്കെ അവാർഡുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരിക. അല്ലാതെ നമുക്കറിയാം അവിടെ ഹാർഡ് വർക്കിംഗ് അല്ലെ, അവിടെ പ്രധാനമായിട്ടും ഓരോ ഇൻഡിവിജ്വലും വ്യക്തിപരമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള വർക്കിന് റിവാർഡുകളൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ എന്താണ് അല്ലെ സീനിയോറിറ്റി ബേസിലാണ് ഇവിടെയുള്ളവർക്ക് വർക്കിന് അവാർഡുകൾ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പാരഗ്രാഫിൽ അതാണ് എടുത്ത് പറയുന്നത്. എന്താണ് പറയുന്നത് സ്ട്രക്ചേർഡ് ജോബ് വേറെ സ്റ്റാൻഡേർഡ് പ്രോസസ്. അവരുടെ വർക്കുകൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കും വർക്കേഴ്സിനെ കൊണ്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. കാരണം അവര് ഡിസിഷൻ എടുക്കാനോ ലീഡർഷിപ്പ് വഹിക്കാനോ ഒന്നും അവസരങ്ങൾ കൊടുക്കുന്നില്ല. കാരണം ഇവര് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് നമുക്ക് ഒരു വിധി അല്ലെ അങ്ങനെ മൈൻഡിലേക്ക് തന്നെ മാനേജേഴ്സ് അനുമാനിക്കണം ഇങ്ങനെയുള്ളവരെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഡ്യൂട്ടി ചെയ്യാനായിട്ട് തയ്യാറാണ്. ആക്ച്വലി അവർ ഡ്യൂട്ടി ചെയ്യും,
പക്ഷെ മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് ഒരു പക്ഷേ തയ്യാറായെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള സീനിയോറിറ്റി ബേസിൽ അവാർഡ് കൊടുക്കാം. They may prefer leader who make most of a decision and they may prefer a reward system that considers mainly seniority rather than merit. മെറിറ്റിനെ അപേക്ഷിച്ച് സീനിയോറിറ്റി ബേസിലുണ്ട് റിവാർഡുകളൊക്കെ കൊടുക്കാൻ. ക്ലിയർ ആയോ? ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ വായിക്കണതിന്റെ ഒപ്പം നോട്ട് ചെയ്ത് പോവാ. അതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. അതായത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ മേ ഹാവ് കംപ്ലീറ്റ്ലി സ്ട്രോങ് ഡിസയർ അല്ലെ. എന്ത് കൺട്രോൾ സിസ്റ്റം നമുക്കറിയാം. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ മെയിൻ ആയിട്ട് മിക്ക ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്താണ് അത് പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഡീസെൻട്രലൈസേഷൻ ആണെന്നുള്ള കാര്യം. ഇന്റേണൽ ലോക്കസ് കൺട്രോൾ സിസ്റ്റം പ്രിഫർ ചെയ്യുന്നത് എന്തിനെയാണ്? ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ സിസ്റ്റം ആണ്. അതായത് നമുക്കറിയാം മേൽത്തട്ട് തുടങ്ങി കീഴ്ത്തട്ട് വരെയുള്ളവരുടെ ഓരോ ജോലിയാണ് അവിടെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. റിവാർഡുകളും എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ ഇൻഡിവിജ്വലി പെർഫോമൻസ് കോൺട്രിബ്യൂഷൻ ആണ് റിവാർഡുകളെല്ലാം. ഈ ഒരു പാരഗ്രാഫിലും ഉണ്ട് എക്സ്റ്റേണൽ ലോക്കസ് കൺട്രോൾ അല്ലെ. പൊതുവെ കൺട്രോൾ എന്താണ്? കൺട്രോൾ ഡിക്റ്റേറ്റ് വാട്ട് ഹാപ്പൻ ടു ദം അല്ലെ. ദേ ആർ സെഡ് ടു എങ്ങനെയുള്ളവരാണ് എക്സ്റ്റേണൽ ലോക്കസ് ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവര് തിങ്കില് അല്ലെ മറ്റുള്ളവരെ പ്രചോദനത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള ഒരു എയിം മനസ്സിലുള്ളവരാണ് എക്സ്റ്റേണൽ ആയിട്ട് ലോക്കസ് കൺട്രോൾ ഉള്ളവര്. ഓക്കെ, മെയിൻലി എത്ര തരത്തിലുള്ളത് ടൈപ്സ് ഓഫ് ലോക്കസ് ഓഫ് കൺട്രോൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും അതൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്യാനെങ്കിൽ നോട്ട് ചെയ്തോളൂ. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? കുറച്ച് പേർക്ക് മാത്രമാണോ? ാണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ? ക്ലിയർ ആണ്. ഇനി അടുത്തൊരു കുട്ടിയെ നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ഇൻട്രോവേഷൻ ആൻഡ് എക്സ്ട്രാവേഷൻസ്. അതായത് ഇൻട്രോവേഷനും എക്സ്ട്രാവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്തർമുഖത്വവും ബഹിർമുഖത്വം. അന്തർമുഖത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഉള്ളിലേക്ക് ഉൾവലിയുന്ന ഒരു പ്രകൃതം അല്ലെ. ഇൻട്രോവേഷൻ എന്ന് വെച്ചാൽ എന്താ അല്ലെ, ഉള്ളിലേക്ക് ഉൾവലിയുന്ന ഒരു പ്രകൃതം. എക്സ്ട്രാവേഷൻ എന്ന് പറയുന്നത് ബഹിർമുഖത്വം. നിങ്ങള് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം വെറുതെ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴും മനസ്സിലാവാതിരിക്കരുത്. എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് പോവാം. അപ്പൊ അതിൽ നമുക്കറിയാം ഈ ഉള്ളിലേക്ക് വലിയുന്നവരും അല്ലെ, പുറത്തേക്ക് സോഷ്യലായിട്ട് എല്ലാവരോടും നല്ല ഡീലിങ്സോടുകൂടെ ഒക്കെ കൈകാര്യം ചെയ്യുന്നവരും ഉണ്ട് അല്ലെ. അപ്പൊ മാനേജ്മെന്റിന് അറിയാം എങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉള്ള പേഴ്സൺസ്, എംപ്ലോയീസ് ആണ് ഇവിടെയുള്ള വർക്കേഴ്സ്. ഉള്ളിൽ തന്നെ ഇരിക്കാനായിട്ട് നമുക്കറിയാം. ഉള്ളിൽ തന്നെ വലിഞ്ഞിരിക്കുന്നവര് ഒക്കെ ഏത് തരത്തിലുള്ള വ്യക്തികളായിരിക്കും? നന്നായിട്ട് പഠിക്കുന്ന വ്യക്തികളൊക്കെ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റിയിലൊക്കെ പോകുന്നത് നമുക്കറിയാം കേട്ടോ. ഇപ്പൊ നേരെ വ്യത്യസ്തമാണ്. അതായത് പഠിക്കുന്നവര് എല്ലാ ആക്ടിവിറ്റിയിലും ഓക്കെയാണ് അല്ലെ. ചില കാലഘട്ടത്തിൽ ഏത് നേരം വായിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ഇല്ലേ, അവരൊക്കെ ഉള്ളിലേക്ക് വലിയുന്നവരാണ് അല്ലെ. അങ്ങനത്തെ പ്രകൃതക്കാരാണ്. സംസാരിക്കാൻ താല്പര്യമൊന്നും ഇല്ലാത്തവരാണ് അല്ലെ. അവർക്ക് പഠിക്കണം അല്ലെ. അവരെ എന്താ പറയുന്ന ബ്രെയിനൊക്കെ വികസിച്ച് അല്ലെ, നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ നേടിയെടുക്കണം അല്ലെ. ഒരുപാട് ബ്രില്യന്റ് ആവണമെന്നുള്ള ഒരു മൈൻഡുള്ളവർ. then അല്ലാത്തവരുണ്ട് സോഷ്യലായിട്ട് ഇൻട്രോവേർട്ട് അല്ലെ. ആ ഒരു വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ്. അതായത് ഇൻട്രോവേർട്ട് ആണ്. അവര് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും, മറ്റുള്ളവരോടൊന്നും അധികം സംസാരിക്കുന്നു. അപ്പൊ നോക്കാം, ഇങ്ങനെയുള്ളവരും എന്താണ് ഏതൊരു ഓർഗനൈസേഷനിലും ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ഇന്റേണൽ ഉള്ളവർ ഇൻട്രോവേർട്ടുകൾ എന്താന്നുള്ള ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ. എക്സ്റ്റേണൽ ആയിട്ടുള്ള അവരും ഓക്കെ. അപ്പൊ
നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് അവരുടെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലെ. ഇതിലേക്ക് നോക്കാം. എന്താണ് പ്രധാനമായിട്ട് ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എന്താണ് അവര് എന്താണ് പൊതുവെ ഉള്ളിലേക്ക് തന്നെ അല്ലെ. ഇൻട്രോവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ടേൺ ഇൻവേർഡ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് പ്രോസസ് ഓഫ് ഫീലിങ്സ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് വിത്തിൻ ദംസെൽവ്സ്. അവരുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് കുറെ ചിന്തകളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരുപാട് അല്ലെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ഫീലിങ്സും കുറെ ആറ്റിറ്റ്യൂഡുകളും കാര്യങ്ങളും ധാരണകളൊക്കെ ഉണ്ട്. എക്സ്ട്രാവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതർ ഹാൻഡ് ആണ് അല്ലെ. റെഫേഴ്സ് ടു പ്രൊപ്പൻസിറ്റി ഇൻ ഇൻഡിവിജ്വൽ ടു ടേൺ എന്താണ് പറയുന്നത് ഇതില് പ്രധാനമായിട്ട് പറയുന്നു ഔട്ട്വേർഡ് ഓഫ് ദംസെൽവ്സ് അല്ലെ. ഓക്കെ ദംസെൽവ്സ് ഇതിന്റെ അടുത്ത് പറയുന്നുണ്ട് സെർച്ചിങ് ഫോർ എക്സ്റ്റേണൽ സ്റ്റിമുലി വിത്ത് വിച്ച് ദേ ക്യാൻ ഇന്ററാക്ട്. അതായത് അവരുടെ ബ്രെയിനിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി പെടുന്നുണ്ട് അല്ലെ. വെറുതെ സ്വന്തം നേടിയെടുക്കുന്ന കുറെ വായനയും മാത്രമല്ല, അവര് പൊതുവെ എല്ലാവരോടൊക്കെ ആയിട്ട് സംസാരിക്കുന്നു, മിങ്കിൾ ചെയ്യുന്നു. അവരോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ അവരുടെ ബ്രെയിനും വികസിക്കുന്നുണ്ട് അല്ലെ. വികസിക്കില്ലേ? എക്സ്ട്രാവേഷൻസിന്റെ ബ്രെയിൻ വികസിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ. ഇൻട്രോവേഷൻസിന് മാത്രമല്ല അവരും അവരുടേതായ വ്യക്തിത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്ട്രാവേഷൻസിൽ ഉള്ളവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. എന്താണ് എക്സ്റ്റേണൽ സ്റ്റിമുലി വിത്ത് വിച്ച് ദേ ക്യാൻ ഇന്ററാക്ട്. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ while there are some elements of introversions as well as extroversions in all of us, people tend to be dominant as either extroverts or introverts. അതായത് അവർ രണ്ടും അല്ലെ ഡിഫറെന്റ് ആണ് അല്ലെ. ചിലർക്ക് ചില കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രോവേർട്സ് എന്ന് പറയുമ്പോൾ സോഷ്യബിൾ ആയിരിക്കും, ലിവറി ആയിരിക്കും, ഗ്രിഗേറിയസ് ആൻഡ് സീക്ക് ഔട്ട് വാട്ട് സ്റ്റിമുലി അല്ലെ. അവർക്ക് പുറത്തു നിന്നുള്ള കുറെ കാഴ്ചപ്പാടുകളാണ് അവരുടെ ഇതിലേക്ക് കൂടുതൽ കടന്നു വരുന്നത് അല്ലെ. പുറത്തേക്ക് തരിക, അവരായിട്ട് സമ്പാദിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ലെ അവരുടെ കാര്യങ്ങൾ അന്തർമുഖത്തിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളെല്ലാം അവരിൽ നിന്നുണ്ടാവുക. പൊതുവെ എന്താണ് അങ്ങനെയുള്ളവർക്ക് പല ജോലികളും ഒരു പുറത്തേക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ജോലി മുഖങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളറിയില്ലേ ലീഡർഷിപ്പ് ഒക്കെ വഹിക്കാനായിട്ട് കൊടുക്കുന്നവരെ എങ്ങനെയുള്ളവരായിരിക്കും? ഇൻട്രോവേർഷൻ ഉള്ളവരായിരിക്കും, എക്സ്ട്രോവേഷൻസ് ഉള്ളവരായിരിക്കും. എക്സ്ട്രാ അല്ലെ. അവർക്ക് നമുക്കറിയാം അവർക്ക് മറ്റുള്ളവരോടായിട്ട് ഇടപെടുകാനൊക്കെ ആയിട്ട് മോസ്റ്റ്ലി അവർക്ക് കഴിവുണ്ടാവും. അതേസമയം ബുദ്ധിജീവികൾക്ക് അവരുടേതായ നമുക്കറിയാം അവർ ചിലപ്പോൾ ക്ഷമയോടുകൂടി ചില വർക്ക് ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിച്ചാലുള്ള കാര്യം ഉണ്ടാവുള്ളൂ അല്ലെ. വ്യത്യസ്തമുണ്ടല്ലേ? ഉണ്ടാവില്ലേ? ശാന്തമായിട്ടൊക്കെ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള വെറുതെ വായ കൂട്ടാതെ ജോലി എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കൊന്നും എന്താണ് അത്തരത്തിലുള്ള ജോലി ഏൽപ്പിക്കാൻ പാടില്ല. അറിയാം ശാന്തമായിട്ട് നിന്ന് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? ശാന്തമായിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ അല്ലെ. അങ്ങനെയുള്ളവരെ ആരെയാണ് ഏൽപ്പിക്കുക? പറഞ്ഞ മനസ്സിലായില്ല തോന്നണോ? ഇൻട്രോ. ഓക്കെ. അപ്പൊ ഇൻട്രോവേഷൻ ഉള്ളവരെയാണ് അത്തരത്തിലുള്ള വർക്ക് ഏൽപ്പിക്കുക അല്ലെ. ശാന്തമായിട്ട് ചെയ്യുന്ന പ്രകൃതം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വർക്ക് ഏൽപ്പിക്കുക. അതേസമയം മറ്റുള്ളവരോടൊക്കെ മിങ്കിൾ ചെയ്ത് അല്ലെ. അതാണ് ആ വർക്കിൽ എടുത്ത് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെയുള്ള വർക്കേഴ്സ് അല്ലെ. സക്സസ്ഫുൾ വർക്കിംഗ് ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിസിറ്റി ഓഫീസ്, പേഴ്സണൽ റിലേഷൻ യൂണിറ്റ് ആൻഡ് സോ ഓൺ. അതായത് എക്സ്ട്രാ അല്ലെ. ഇത് ഏത് തരത്തിലുള്ള വർക്കേഴ്സ് ആയിരിക്കും ഏൽപ്പിക്കുക? സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലും പബ്ലിസിറ്റി ഓഫീസിലും പേഴ്സണൽ റിലേഷൻ യൂണിറ്റിലൊക്കെ എങ്ങനെയുള്ളവരായിരിക്കും തെരഞ്ഞെടുക്കുക? എക്സ്ട്രാ അല്ലെ. എക്സ്ട്രാ വേർഷൻസ് ഉള്ളവരെയായിരിക്കും തെരഞ്ഞെടുക്കുക. കാരണം നമുക്കറിയാം പബ്ലിക് ആയിട്ട് ഡീൽ ചെയ്യാൻ അല്ലെ, മറ്റുള്ളവരോടായിട്ട് ഇടപെടാനായിട്ട് അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുക്കുന്നു. അതേസമയം ഇൻട്രോവേർട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെന്താണ് ക്വൈറ്റ് അല്ലെ, റിഫ്ലക്റ്റീവ്, ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് ഇന്റലക്ച്വൽ പീപ്പിൾ അല്ലെ. അവരെപ്പോഴും എന്താണ് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വളരെ ശാന്തമായിട്ട് ആത്മപരിശോധനയൊക്കെ ചെയ്ത് വളരെ എന്താണ് ക്ഷമയോടുകൂടിയൊക്കെ ചെയ്യേണ്ട വ്യക്തികളാണ് ഇൻട്രോവേഷനിലുള്ള വ്യക്തികളെ ഏൽപ്പിക്കേണ്ടതായിട്ട്. ആ രണ്ട് കാര്യമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. അതായത് രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് മറ്റുള്ളവരുടെയായിട്ട് ഇടപെടുകാനായിട്ട് കഴിവുള്ളവരാണ്, മറ്റുള്ളത് ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ പ്രകൃതമുള്ളവരാണ്. അപ്പൊ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാൻ പ്രകൃതമുള്ളവരെ അത്തരത്തിലുള്ള ശാന്തമായ വർക്കുകൾ ഏൽപ്പിക്കാം. ദെൻ എന്താണ് എക്സ്ട്രാ അല്ലെ, മറ്റുള്ളവരോടൊക്കെ സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിവുള്ളവരെ മറ്റു തരത്തിലുള്ള അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അതായത് എക്സ്ട്രാവേഷൻസിന് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇൻട്രാവേഷൻസിന് എക്സാമ്പിൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം പോയിന്റ്സുകളൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുക.
ഓക്കെ, ക്ലിയർ അല്ലേ? And since the managers have to constantly interact with the individual, both within outside of the organization, and influence the people to achieve the organization goals. They believe that the extroverts are likely to be more successful as a managers. Managers, നമുക്ക് ഇരുകൂട്ടരെയും ആവശ്യമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി മറ്റുള്ളവരുടെ ആയിട്ട് ഇടപെടുവാനായിട്ട് ഇതുള്ളത് കൊണ്ട് തന്നെ മാനേജർമാര് കൂടുതൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളവര് എസ്റ്റാബ്ലിഷൻ ഉള്ളവരായിരിക്കും അല്ലെ? ആണോ? ശരിയല്ലേ? ആണ് അല്ലെ? നമ്മൾ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമാണെങ്കിൽ മിക്കപ്പോഴും മാനേജേഴ്സ് സെലക്ട് ചെയ്യില്ല അല്ലെ? നമുക്ക് ഉള്ള കഴിവുകൾ പരിമിതി ഉണ്ടെങ്കിൽ കൂടി മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും നമ്മൾ എന്താ പറയാ എന്തും ഏറ്റെടുക്കാനൊക്കെ ഉള്ള ഒരു കഴിവുള്ള ആത്മവിശ്വാസമുള്ള വ്യക്തിത്വങ്ങളായിട്ട് രൂപം കൊള്ളാം. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. മാർക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുമ്പോ അവിടെ extroverts are social, lively, gregarious, and seek outward stimuli or introvert stimuli stimuli or external interactions. Okay, അവര് അങ്ങനെയുള്ള ചിലപ്പോഴൊക്കെ ഒരു എക്സാമ്പിൾ സഹിതമൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? എങ്ങനെയുള്ളവരാണ് എന്നുള്ളത്. എക്സ്ട്രാ ആരാണ് ഇത്തരത്തിലുള്ള ചിലപ്പോൾ ഡാഷൊക്കെ ഇട്ടെന്ന് ചോദിക്കുക. സോഷ്യൽ, ലൈവ്ലി, ഗ്രിഗോറിയസ് ആൻഡ് സീക്ക് ഔട്ട്വേർഡ് സ്റ്റിമുലി ഓർ എക്സ്റ്റേണൽ ഇന്ററാക്ഷൻസ്. ആരായിരിക്കും എക്സ്ട്രാവേർഡ്സ് അല്ലെ? അതേമാതിരി തന്നെ ഇവര് ഏത് തരത്തിലുള്ള വർക്കുകളായിരിക്കും ഇവർക്ക് കൂടുതൽ സാറ്റിസ്ഫൈ ഉണ്ടാവാം അല്ലെ? കൂടുതൽ ശോഭിക്കാനായിട്ട് അവസരങ്ങൾ ഉണ്ടാകുക. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിസിറ്റി ഓഫീസർ, പേഴ്സണൽ റിലേഷൻ യൂണിറ്റ് അങ്ങനെയൊക്കെയുള്ളത്. എന്താണ് ഈ ഇത്തരത്തിൽ അതേമാതിരി തന്നെ അത്രയും കാണാറില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് എപ്പോഴും എങ്ങനെയാ വേണ്ടതെന്ന് അറിയില്ലല്ലോ. എനിവേ എന്താണ് വേഷം എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. കാരണം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഈ ഒരു ഹെഡിങ്ങിന്റെ ഐഡിയ നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് അല്ലെ മോസ്റ്റ്ലി നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് ഇൻട്രോവേഷൻ, എക്സ്ട്രാവേഷൻ എന്താണെന്നുള്ളത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ചോദിക്കുന്നത് അല്ലെ, ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ എങ്ങനത്തെ ആയിരിക്കും എന്ന് ചോദിക്കാം അല്ലെ? അപ്പൊ അതിന്റെ സവിശേഷതകളെ വെച്ചായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഇത് നോട്ട് ചെയ്യാം. ഇതെന്താണ് ഇൻട്രോവേഷൻ, എക്സ്ട്രാവേഷൻസ്. അതുകൊണ്ട് ഇത്തരം പോയിന്റ്സിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് തന്നെ പോവുക. എക്സാമ്പിൾസിന്റെ അടിയിൽ അതേമാതിരി തന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിയിലും അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ലാസ്റ്റ് പോയിന്റും നോക്കുക. Is believed that extroverts are likely to be more successful as a managers. പൊതുവെ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് എക്സ്ട്രോവേർട്സിനെ കൊണ്ടാണ്. നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാമോ? വായിക്കണേ വായിച്ചു നോക്കാറോ? സ്പീഡ് കൂടിയെന്ന് തോന്നുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ഒരുപാട് വായിച്ച് നമ്മള് ബോറടിക്കാനും മഞ്ഞി അല്ലെ? കുറച്ച് കാരണം ഇത്ര വലിയതായത് കൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി അല്ലെ? അതായത് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് അവ്യക്തതയുള്ള സഹിഷ്ണുത. അതായത് ടോളറൻസ് ഓഫ് അവ്യക്തതയുള്ള സഹിഷ്ണുത എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏതോ ഒരു സ്ഥാപനം പുതിയതായിട്ട് എന്ത് വരുന്നതിനെ ഫേസ് ചെയ്യാത്തതായിട്ട് വരും. ഉണ്ടോ? നമ്മളിപ്പോ ഒരു എന്തൊക്കെ രീതിയിൽ നേരത്തെ കുട്ടിയൊക്കെ ആലോചിച്ചുറപ്പിച്ച ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയാലും നമ്മളുടെ ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പുതിയതിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ ആ ബിസിനസ് സ്ഥാപനം അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും. ഇല്ലേ? ഉണ്ടാവില്ലേ?
അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അവ്യക്തതയുള്ള സഹിഷ്ണുത എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി. അതായത് ദിസ് പേഴ്സണാലിറ്റി ട്രേറ്റ് ഇൻഡിക്കേറ്റ്സ് അൺസർട്ടനിറ്റി. ഓക്കെ, നമുക്ക് അല്ലെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. Then എന്താണ് ലെവൽ ഓഫ് ഇൻഡെഫിനിറ്റ്സ് ദാറ്റ് പീപ്പിൾ ക്യാൻ എൻജോയ് വിത്തൗട്ട് എക്സ്പീരിയൻസിങ് അണ്ടർ സ്ട്രെസ് ക്യാൻ സ്റ്റിൽ ഫങ്ഷൻ എഫക്റ്റീവ്ലി. അതായത് ഇൻ കേസ് അതേമാതിരി തന്നെ നമുക്കറിയാം ഒരുപാട് സ്ട്രെസ് കൊടുത്തിട്ട് അവളെ വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല, അല്ലെ? മാനേജേഴ്സിന് അറിയാം ഇപ്പൊ എന്തായാലും അവർക്ക് കുറച്ച് കഴിവുകളൊക്കെ നേടിയിരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് തീർച്ചയായിട്ടും എന്താണ് എന്തിനേയും ഫേസ് ചെയ്യാനായിട്ട്, അല്ലെ? മാനേജേഴ്സ് ഹാവ് ടു വർക്ക് വെൽ അണ്ടർ condition extreme uncertainty and insufficient information, especially when things are rapidly changing in the organization. അല്ലെ? ഓർഗനൈസേഷൻ പെട്ടെന്നാണ് അതിന്റെ മെത്തേഡ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വരുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ട് നിർത്തി കഴിഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? അപ്പൊ നിങ്ങൾ ഇനി നാളെ തുടങ്ങി ഇങ്ങനെ ചെയ്യണം, മറ്റൊന്ന് തുടങ്ങി അങ്ങനെ ചെയ്യണം, അങ്ങനെ കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ എന്താണ് എന്തിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് വ്യക്തികളെ അവിടെയുള്ള പേഴ്സണാലിറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ അതാണ് അവിടെ പ്രധാനമായിട്ടും എടുത്തു വരുന്ന ഒരു പോയിന്റ്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് എൻവയൺമെന്റിന്റെ സിറ്റുവേഷൻസ് വന്നാലും അതിനെ ആ ചലഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാക്കി എടുക്കുന്ന വ്യക്തിത്വങ്ങൾ അത് തിരിച്ചറിയണം, അല്ലെ? അത് തിരിച്ചറിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. നമുക്കറിയാം ഇവിടെ എന്താണ് എഫക്റ്റീവ് വെൻ തിങ്സ് ആർ റാപ്പിഡ്ലി ചേഞ്ചിങ് ആൻഡ് മച്ച് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ ടേൺ ഓഫ് ഇൻ നോട്ട് അവൈലബിൾ. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നാളെയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടണമെന്നില്ല. അത് ഒരു സുപ്രഭാതത്തിലായിരിക്കും ചില കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇന്നോവേറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ ആകെ ഞെട്ടിക്കും. കാരണം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു മൈൻഡിലേക്ക് പോലും ഉണ്ടാവില്ല, അല്ലെ? നമ്മളിപ്പോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫോണും കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി, അല്ലെ? ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഒരുപാട് ഫിനാൻസ് മുടക്കിയിട്ടായിരിക്കും ഒരു ഫോണൊക്കെ മേടിക്കുന്നത്. നമ്മുടെ മൈൻഡിൽ പോലും ചിന്ത ഉണ്ടാവില്ല എന്ത് പുതിയ കണ്ടുപിടുത്തങ്ങളോടും പുതിയ ഓപ്ഷൻസിനോടും കൂടിയ ഇപ്പോഴത്തെ ഫോണുകൾ വീണ്ടും വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് കാലത്തോളം നമ്മുടെ ഈ ഫോൺ സേഫ് ആയിരിക്കും, അല്ലെ? നമുക്കായിരിക്കും കൂടുതലായിട്ട് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത്, അല്ലെ, മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഓർഗനൈസേഷനിലും. അവിടെ ചേഞ്ചിങ്ങൾ വരും. തീർച്ചയായിട്ടും ആ ചേഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്മെന്റ് ചെയ്യണം, അല്ലെ? ദ ടോളറൻസ് ഫോർ ബിഗിനേഴ്സ് ഈസ് എ പേഴ്സണാലിറ്റി ഡിമെൻഷൻ നെസസറി ഫോർ മാനേജീരിയൽ സക്സസ്. അപ്പൊ എപ്പോഴും എന്താണ് ഫലപ്രദമാവണമെങ്കിൽ എന്താണ് അവ്യക്തതയോടുള്ള സഹിഷ്ണുത അവിടെ എന്താണ് മാനേജീരിയലിന്റെ വിജയത്തിന് നമ്മൾ തയ്യാറായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഉണ്ടാവാം. അപ്പൊ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയുള്ള വ്യക്തിത്വങ്ങളിലും അത്തരത്തിലുള്ളവര് നമ്മൾക്കറിയാം അവിടെയുള്ള എംപ്ലോയീസ്, അല്ലെ? എന്തെങ്കിലും പുതുമ വന്നു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച് പോകുന്നവരായിരിക്കരുത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച് പോരുന്നവരായിരിക്കരുത്. പുതിയമ വന്നാലും അവിടെയുള്ള എംപ്ലോയീസ് അതിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്ന മൈൻഡിലേക്ക് അവരെ വാർത്തിയെടുക്കണം, അല്ലെ? അത്തരത്തിലുള്ള പേഴ്സൺസിനെയാണ് അവിടെ എന്താണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് തയ്യാറാകേണ്ടത്. അതല്ലെങ്കിൽ നമുക്കറിയാം ബിസിനസ് സക്സസ് ആയില്ല, അല്ലെ? വിജയം നേടിയെടുക്കാൻ സാധിക്കില്ല. ഇടയ്ക്ക് പുതുമ വരുമ്പോ ഇട്ടേച്ചു പോകും, അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? ഉണ്ടാവോ? അങ്ങനെയുള്ളവരുണ്ടാവില്ലേ? അല്ലെ? ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണർത്തി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി എന്ന് പറയും. ഓക്കെ, അതില് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രധാനമായിട്ട് റാപ്പിഡ്ലി ചേഞ്ചിന് നമ്മൾ അഭിമുഖീകരിക്കണമെന്നുള്ളതാണ് എടുത്ത് പറയുന്നത്, അല്ലെ? വിച്ച് പോയിന്റ്സ് എന്നുള്ള നേരില് നിങ്ങൾ ആ ചേഞ്ച് ചലഞ്ചസ് വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കണമെന്ന് സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ടോളറൻസ് ഓഫ് ആംബിഗ്വിറ്റിയാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വായിച്ചു നോക്കിയാ? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? വായിച്ചു നോക്കിയാ? നോടി പറയേണ്ടതുണ്ടോ? ഓക്കെയാണ്. അറിയാവുന്നമെന്നാണോ അല്ലെങ്കിൽ ക്ലിയർ ആണെന്നാണോ? റെസ്പോണ്ട് ചെയ്യുക. ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്കാം. ഒരു അടുത്ത പോയിന്റും കൂടി നമുക്ക് പരമാവധി തീർക്കേണ്ടത് കൊണ്ട് ഒരു പോയിന്റും കൂടി എടുക്കാൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് പറയേണ്ടത്? എന്താണ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ്. അതായത് ചിലപ്പോ അല്ലെ ആത്മാഭിമാനമുള്ള പേഴ്സണാലിറ്റി ഉള്ള ചില വ്യക്തികളുണ്ട് അല്ലെ. നമ്മുടെ ജോലിയെ സംബന്ധിച്ച് ചിലപ്പോ അവർക്ക് കുറച്ച് കൺസെപ്റ്റുകളുണ്ട് അല്ലെ. എന്റെ ആത്മാഭിമാനത്തെ ഗണിക്കുന്ന രീതിയിൽ എനിക്ക് ജോലി അല്ലെ, ജോലി എന്ന് പറയുന്ന ചിലർക്ക് എന്താണ്, ചില സ്ട്രെസ് കൂടിയിട്ട് ഭാരം കൂടിയ ജോലി ഏൽപ്പിച്ചു കൊടുത്താലും അവരെന്താണ്, അവരത് എങ്ങനെയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം അല്ലെങ്കിൽ അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് വരും. അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു പേര് അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അങ്ങനെയുള്ളവരുണ്ട്. കാരണം നമുക്കറിയാം ചില വ്യക്തികൾക്ക് അങ്ങനെയാണ്. അതായത് ചില വ്യക്തികള് ചില ഡ്യൂട്ടിയൊക്കെ അവർക്ക് ഒരു പക്ഷേ അവർക്ക് കിട്ടാത്തതും അറിയാത്തതുമായിരിക്കും. പക്ഷെ അവരുടെ ആത്മാഭിമാനത്തെ അവർക്ക് എന്താ പറയാ, എനിക്ക് പറ്റില്ല എന്നുള്ളത് പറയാനായിട്ട് അവർക്ക് പറ്റില്ല അല്ലെ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മാനേജേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര താല്പര്യമുള്ളവരാണ്. കാരണം എന്താണ്, അവർ ഏത് വർക്കും ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം അവർ എങ്ങനെയെങ്കിലും അത് ചെയ്തെടുത്തോളൂ അല്ലെ. അതാണ് ആ ഉദ്ദേശിക്കുന്നത് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ അല്ലെ, ആത്മാഭിമാനം എന്നുള്ള രീതിയാണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. അത് നോക്കാം. സെൽഫ് എസ്റ്റീം ഡിനോട്ട്സ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഇൻഡിവിജ്വൽ കൺസിസ്റ്റന്റ്ലി റിഗാർഡ് ദംസെൽഫ് ആസ് കേപ്പബിൾ, സക്സസ്ഫുൾ, ഇമ്പോർട്ടന്റ് ആൻഡ് വർത്തി ഇൻഡിവിജ്വൽസ്. അതായത് അവർക്ക് ഏബിൾ ആണ് അല്ലെ, എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അതിന് അല്ലെ സത്യസന്ധമായിട്ട് തനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലെ. അത് സെൽഫായിട്ടുള്ള ഒരു അംഗീകാരം, ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് അവരെ അംഗീകരിക്കുന്നതാണ്. ഇൻഡിവിജ്വൽ ഡിഫൈൻഡ് ദംസെൽഫ് ആസ് ടു ഹൂ ദേ ആർ ആൻഡ് their sense of identity. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്കൊരു സെൽഫ് ഐഡന്റിറ്റി ഉണ്ട് അല്ലെ, ഒരു സെൽഫ് പേര്. അതായത് അവരുടെ ആത്മാഭിമാനത്തിനെ ബാധിക്കുന്നതാണ് അത്. അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണ്? സെൽഫ് എസ്റ്റീം പ്രൊവൈഡ്സ് എ ഹൈ സെൻസ് ഓഫ് സെൽഫ് കൺസെപ്റ്റ്. ഹൈ സെൽഫ് കൺസെപ്റ്റ് ഇൻ ടേൺ എന്താണ് റീഇൻഫോഴ്സ് ഹൈ സെൽഫ് എസ്റ്റീം. അപ്പൊ അങ്ങനെയുള്ളവർ എന്താണ് എപ്പോഴും ഹൈ ആയിരിക്കും അല്ലെ. അവരുടെ എല്ലാ കാര്യത്തിലും, അവരുടെ വർക്കിന്റെ കാര്യത്തിലായിക്കോട്ടെ, അവരുടെ സ്വഭാവത്തിന്റെ കാര്യത്തിലായിരിക്കട്ടെ, എല്ലാം തന്നെ ഒരു പ്രത്യേകതയുണ്ടാവും. കാരണം ആത്മാഭിമാനമുള്ളവർ, ആരുടെ മുമ്പിലും കീഴ്വഴങ്ങില്ല എന്നുള്ള ഒരു മൈൻഡ് ഉള്ളവരാണ് അല്ലെ. Thus, the two are mutually strengthening. Individual high in self-esteem will try to take one more challenging assignment and be successful. അപ്പൊ എത്ര വെല്ലുവിളിയുള്ള പ്രശ്നമാണെങ്കിലും അവർ എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്യും അല്ലെ. അത് സക്സസ് ആയിട്ട് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. കാരണം അവര് ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന എനിക്ക് പറ്റിയില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അവർക്ക് പറ്റും, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. എത്ര ബുദ്ധിമുട്ടുള്ള അസൈൻമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള വർക്ക് ആണെങ്കിലും ഞാനത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും മാനേജേഴ്സിന് താല്പര്യം ഉണ്ടാവും. Thus enhancing their concept, that is, they would tend to define themselves as a high valuable and valued individual in the organization system. The higher the self-concept and self-esteem, the greater will their contributions to goal of the organization, especially when the system reward them for their contribution. Then അതായത് നമുക്കറിയാം ഇവരിങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, അവർക്കൊരു കോൺട്രിബ്യൂഷൻ ഒക്കെ ആയിട്ട് ഒരു സംഭാവന, ഒരു അവാർഡൊക്കെ കൊടുക്കുമ്പോൾ അവര് ഓക്കെ നല്ല എല്ലാം കൊണ്ടും അവർക്ക് തൃപ്തിയായിരിക്കും ഇല്ലേ. അങ്ങനെയൊക്കെയുള്ള വർക്കേഴ്സ് ഉണ്ടാവുകയും
അവരെ ഏറ്റവും സ്ട്രഗിളുള്ള വർക്ക് ഏൽപ്പിച്ചുകൊണ്ട് മാനേജർമാരെ മിടുക്കന്മാരായിട്ടൊക്കെ നിൽക്കും അല്ലെ. ദെൻ അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ വർക്ക് അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരെ ചെയ്യുമ്പോൾ അവർക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. അവരെ സംബന്ധിച്ച് മാനേജ്മെന്റിനെ സംബന്ധിച്ച് അതൊരു അല്ലെ നല്ലൊരു ഗോളാണ് അല്ലെ, നല്ലൊരു ഗെയിനാണ് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. ക്ലിയർ അല്ലേ? സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ് അതാണ് അത്. അതായത് മറ്റൊന്നില് നമ്മൾ കീഴ്വഴങ്ങില്ല അല്ലെ, നമുക്ക് പറ്റില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആത്മാഭിമാനമുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരെ ഏത് അസൈൻമെന്റും ഏത് റിസ്ക് ഉള്ള ഒരു ഡ്യൂട്ടിയും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. ഓക്കെ, അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഒരു സെൽഫ് എസ്റ്റീം അല്ലെ, വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് അവർക്ക്. വാല്യുബിൾ ആൻഡ് വാല്യൂഡ് ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ സിസ്റ്റം അല്ലെ. ഇങ്ങനെയുള്ളവരൊക്കെ എന്താണ് മൂല്യമുള്ള വ്യക്തികളാണ് അല്ലെ. അങ്ങനെയുള്ള എംപ്ലോയീസിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സിനെ സംബന്ധിച്ച് മൂല്യമുള്ള വ്യക്തികളാണ്. കാരണം അവര് എങ്ങനെയെങ്കിലൊക്കെ വർക്ക് ചെയ്തോളും അല്ലെ. അതുകൊണ്ടാണ് ആ ഒരു കാര്യം എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എടുക്കാൻ പോയിന്റ് അല്ലേ, അതുകൂടി പറഞ്ഞ് തുടങ്ങിയാലോ? എനിക്ക് കൂടി ഉണ്ടോ? എനിക്ക് തോന്നുന്നു 1-2 ക്ലാസ് എന്റെ പോർഷൻസിന്റെ ബാലൻസ് എന്തായാലും മിസ് എടുക്കും. ആയുധാ മിസ് കുറച്ചെടുക്കും. ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എക്സാംസിന് പകരം കയറിയ കൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നമ്മുടെ പോർഷൻസ് ചെയ്തത്. നമുക്കൊരു നെക്സ്റ്റ് പോയിന്റ് കൂടി എടുക്കാം. ഇതിലെല്ലാം നമുക്കറിയാം എന്താണ് സ്വേച്ഛാധിപത്യം അല്ലെ. നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സ്വേച്ഛാധിപത്യവും ആത്മാഭിമാനം. ഇത് തന്നെയാണ് അതിൽ എടുത്തു പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. സ്വേച്ഛാധിപത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അവിടെ നമുക്കറിയാം അവര് അല്ലെ സ്വേച്ഛാധിപതികളായിരിക്കും അല്ലെ. അവരാണ് മേൽനോട്ടക്കാരായിട്ട് നിൽക്കുന്നത് അല്ലെ. ഹൈറാർക്കി സിസ്റ്റത്തിന്റെ രീതി അനുസരിച്ചിട്ട് അവര് സ്വേച്ഛാധിപതികളാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, an employee who is highly authoritarian may unquestioningly accept directive or orders from his superior with more severity. അതായത് അവിടെ സാധാരണയായിട്ട് അല്ലെ നമുക്ക് പറയാം പരമാധികാരമാണ് തന്റെ അല്ലെ, ആ ഒരു എയിമാണ് അവരുടെ മൈൻഡിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കാം. അതായത് പരമാധികാരി ഉള്ള അവരാണ് അല്ലെ, അവിടെ അതോറിറ്റിയാണ് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാതെ തന്നെ സുപ്പീരിയേഴ്സ് പറയുന്ന എല്ലാം തന്നെ അനുസരിക്കുന്ന ഒരു എംപ്ലോയീസ് ആണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എന്ത് ബുദ്ധിമുട്ടാണ്. ചില ഡ്യൂട്ടികളൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ വരില്ല എന്നുള്ളൊരു മൈൻഡിൽ തന്നെ കുറച്ച് ഡ്യൂട്ടികളൊക്കെ അവരെ ഏൽപ്പിക്കാം അല്ലെ. The person who is not highly authoritarian may agree to carry out appropriate and responsible directive from his best boss, but it also likely to raise questions. Okay, മിസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. വായിച്ചിട്ട് വരണം കേട്ടോ. മനസ്സിലാക്കാൻ ശ്രമിക്കാം.